ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. എങ്ങനെയുണ്ട് പാലക്കാടിൻ്റെ പെരുന്നാൾ സന്തോഷം, ആഘോഷം? ശരത്ത്, എന്തായാലും ഇപ്രാവശ്യം സാധാരണ പോലുള്ള ഒരു പെരുന്നാൾ ആഘോഷമൊന്നുമല്ല. കാരണം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എല്ലാവരും കടന്നിരിക്കുന്നു. എല്ലാ പാർട്ടികളും പാലക്കാടിലെ എല്ലാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തെ പറയേണ്ടി വരും. ഇപ്പോൾ പാലക്കാട് ടൗണിലെ കോട്ട മൈതാനത്താണ് ഞാനുള്ളത്. ഇവിടെ വർഷങ്ങളായി പ്രധാനപ്പെട്ട ഈ പെരുന്നാൾ ഈദ് നമസ്കാരം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെയാണ് ഈ ജില്ലയിലെ അല്ലെങ്കിൽ ഈ നഗര കേന്ദ്രീകൃതമായിക്കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തി സ്ത്രീകളും പുരുഷന്മാരും എല്ലാവർക്കും നിസ്കരിക്കാനുള്ളൊരു സൗകര്യം പൊതുവായി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7:30 ആരംഭിച്ചു. പ്രധാനമായി LDF സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെയാണ് നിസ്കാരത്തിന് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം മസ്ജിദിലും പള്ളിത്തെരുവിലെ ജുമാ മസ്ജിദിലേക്കും പോവുകയും ചെയ്യും. മറ്റ് സ്ഥാനാർത്ഥികളുമാകട്ടെ വിവിധ പള്ളികളൊക്കെ കണ്ട് സന്ദർശിച്ച് വോട്ട് തേടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ അവസാനത്തെ ഈ തർക്കത്തിന് ശേഷം പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നെയുള്ളത് 2 മണ്ഡലങ്ങളായിരുന്നു. ആ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്നലെ രാത്രിയോടുകൂടി പ്രഖ്യാപിച്ചു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൊതുവായി കടക്കുകയാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയുടെ പകുതിയോടുകൂടി തന്നെ LDF സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരുന്നതാണ്. വീട് സന്ദർശനമൊക്കെ ഇനിയാണ് പക്ഷേ തുടങ്ങാൻ പോകുന്നത്. തിങ്കളാഴ്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളൊരു ദിവസവും കഴിയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇന്നിപ്പോൾ ഒരു അവധിയായതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക ആരും സമർപ്പിക്കുന്നില്ല എന്നുള്ളൂ. നാളെ പക്ഷേ 3-4 സ്ഥാനാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ശരി, സന്തോഷാണ് ഈ വിവരങ്ങൾ. സന്തോഷ് സർലിംഗാണ് പാലക്കാട് നിന്ന് ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.